പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിൻ്റെ 10-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ 10-ാമത്തെ പ്രഭാതത്തിലും സർവശക്തനായ ദൈവം നമ്മെ ഇത്രത്തോളം സ്നേഹിച്ച് പരിപാലിച്ച ആ മഹാകരുണയോർത്ത് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. എത്രയോ പ്രിയപ്പെട്ടവർ കണ്ണുനീരോടെ കർത്താവിൻ വേദനയോടെ പലവിധമായ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ആമേൻ സ്തോത്രം കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ആമേൻ നിങ്ങളെയും ആമേൻ എളിയവനെയും കർത്താവിൻ്റെ കരത്തിൽ വഹിച്ചു നമ്മെ സൂക്ഷിച്ച് പരിപാലിച്ച ആ നല്ല സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 116-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ ബലിയായി നൽകിയെങ്കിൽ ആ മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരുവാൻ അവിടുന്ന് സദാസന്നദ്ധനാണ്. സ്നേഹത്തിൻ്റെ വ്യാപ്തി നമുക്ക് ദൈവത്തിൽ മാത്രമാണ് കാണുവാൻ കഴിയുന്നത്. ദൈവം മനുഷ്യൻ വർഗത്തെ മുഴുവൻ സ്നേഹിച്ചതിനാൽ ലോകത്തെ രക്ഷിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ ആ സ്നേഹം പ്രദർശിപ്പിക്കപ്പെടുന്നു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. നമുക്ക് വേണ്ടിയ ആഹാരം, പാർപ്പിടം, സമൂഹത്തിലുള്ള മാന്യത, രോഗസൗഖ്യം എന്ന് വേണ്ട മനുഷ്യരുടെ ചെറുതും വലുതുമായ ഏത് ആവശ്യങ്ങളും ദൈവം നിവർത്തിച്ചു തരും. കൂടാതെ അനുതപിച്ച് തന്നോട് അടുത്തു ചെല്ലുന്നവരുടെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിക്കുകയും ചെയ്യും. നമ്മുടെ കഷ്ടതയിൽ ദൈവം നമ്മോടുകൂടെ ഇരിക്കുകയും നമ്മെ ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന ദൈവമാണ്. പ്രിയ ദൈവവേദിയിലെ ജീവൻ നൽകി നമ്മെ സ്നേഹിച്ച ദൈവത്തെ നാം സ്നേഹിക്കണം. അതുമാത്രമാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പൂർവകാല പിതാക്കന്മാർ ദൈവത്തെ സ്നേഹിച്ചവരായിരുന്നു. നമ്മുടെ ജീവനെ തന്നെ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം. മറ്റു എല്ലാവരിലും എല്ലാറ്റിലും അധികമായി ദൈവത്തെ സ്നേഹിക്കണം. യേശുക്രിസ്തു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, പത്രോസ് പറയുന്നു, കർത്താവേ, നിനക്കെല്ലാം അറിയാം. ദൈവം ദൈവിക സ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും നാം നമ്മുടെ തീരുമാനങ്ങളിൽ കൂടെ പ്രകടമാക്കണം. എപ്പോഴും ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടെന്നുള്ള ദൈവസ്നേഹത്തിലാണ് നാം ജീവിക്കുന്നു എന്നുള്ളത് നമ്മളുടെ പ്രവൃത്തിയിൽ കൂടെയാണ് പ്രകടമാക്കുന്നത്. വാക്കുകളിൽ കൂടെയല്ല സ്നേഹം വെളിപ്പെടുന്നത്, അത് പ്രവൃത്തികളിൽ കൂടെയാണ്. നാം വെറും വാക്കുകൊണ്ട് മാത്രം സ്നേഹിക്കാതെ പ്രവൃത്തികളാൽ തന്നെ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിൽ കൂടെയാണ് നാം അത് പ്രകടമാക്കേണ്ടത്. അവനും ദൈവത്തെ സ്നേഹിക്കുന്നവർ പാപത്തെ വെറുക്കുകയും ചെയ്യണം. ദൈവത്തിൽ നിന്നും എല്ലാ നന്മകളും അനുഭവിച്ചിട്ടും നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവനെപ്പോലെ ശപിക്കപ്പെട്ടവൻ വേറെ ഉണ്ടാവുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കേണ്ടതാകുന്നു. അന്യോന്യം സ്നേഹിക്കുന്നതിൽ കൂടെ നാം ദൈവസ്നേഹം ഉള്ളവരാണെന്ന് ലോകം അറിയണം. ലോകത്തിൽ നാം ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നുവെന്ന് നാം നമ്മുടെ പ്രവർത്തികളിൽ കൂടെ തിരിച്ചറിയണം. സ്തോത്രം. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകണം. ക്രിസ്തു യേശുവിൻ്റെ ഭാവം എന്തായിരുന്നു?
മറ്റുള്ളവരെ സ്നേഹിക്കുക, കരുതുക. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ കഷ്ടതയിൽ കൈ താങ്ങുക. ആമേൻ, രോഗസൗഖ്യം വരുത്തുക, പാപങ്ങളെ ക്ഷമിക്കുക. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ഭാവവും ആമേൻ ആ സ്വഭാവം നമ്മളിൽ വെളിപ്പെടേണ്ടതിനാണ് പൗലോസും ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരോട് ദയയോടുകൂടെ പെരുമാറിയില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല. ചിലർ ദൈവത്തോട് അടുത്തു വരുന്നത് കാര്യസാധ്യത്തിനായി മാത്രം. രോഗം മാറണം, കടഭാരം മാറണം, ജോലി ലഭിക്കണം, വീട് ലഭിക്കണം, മക്കളുടെ വിവാഹം നടക്കണം, വാഹനം വേണം. ഇങ്ങനെ ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞും പ്രാർത്ഥിച്ചും പലതും ആമേസ്തത്വം നേടിയതിനു ശേഷം ദൈവ കൽപ്പനകളെ അനുസരിക്കാതെ, ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാതെ, ആരാധനയും പ്രാർത്ഥനയും ഉപേക്ഷിച്ച് ആമേസ്തത്വം അവർ ഹല്ലേലൂയ പാപത്തെ ഇഷ്ടപ്പെട്ട് ലോകത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ നമുക്ക് അറിയാം. കർത്താവ് പറയുന്നു, എന്നോടുള്ള അവരുടെ ഭക്തിയും മനഃപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനയത്രേ. ഒരു വ്യക്തിക്ക് ഒരേ സമയം ദൈവത്തെയും ലോകത്തെയും ഒരുപോലെ സ്നേഹിക്കുവാനോ സേവിക്കുവാനോ കഴിയുകയില്ല. ലോകത്തിൻ്റെ സ്നേഹിതൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ ആകൊണ്ട് ദൈവം അവനെ തൻ്റെ സ്നേഹിതനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ ഒത്തിരിയില്ല. എന്നാൽ അതിലേറെ പ്രിയപ്പെട്ട സ്നേഹിതൻ ദൈവത്തിന് അബ്രഹാം തന്നെയായിരുന്നു. തൻ്റെ വാക്ക് നിമിത്തം ഇറങ്ങിത്തിരിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു ജീവിച്ച അബ്രഹാം തന്നെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ. പ്രിയ ദൈവവേദിയിലെ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തികളിൽ കൂടെ ഈ നാളുകളിൽ അതിനായി വെളിപ്പെടണം. ആ പ്രവൃത്തികളിൽ കൂടെ വെളിപ്പെടണം. നാം സ്തോത്രം ഈ നാളുകളിൽ അതിനായി നമ്മെ ശക്തമായി ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. വിശുദ്ധിയോടെ വേർപാടോടെ ദൈവസന്നിധിയിൽ നാം എപ്പോഴും ആ ദൈവസ്നേഹത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവകരങ്ങളിൽ നാം എപ്പോഴും ആയിരിക്കണം. ദൈവസ്നേഹത്തിൽ നിറയണം. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ ഈ പ്രഭാതം ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവസ്നേഹത്തിൽ നിറയാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തെ സ്നേഹിക്കാതെ ദൈവമക്കളെ സ്നേഹിച്ച്, ദൈവസഭയെ സ്നേഹിച്ച്, ശുശ്രൂഷകരെ സ്നേഹിച്ച് ആമേൻ, സ്തോത്രം, ദൈവസന്നിധിയിൽ നാം നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവിക വാഗ്ദത്തങ്ങൾ നമുക്കായി പ്രാപിക്കുവാൻ കഴിയും. ദൈവം നമ്മോട് അരുളിയ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവ സ്നേഹം ഉണ്ടായിരിക്കണം. സ്നേഹിതന് വേണ്ടി അർദ്ധരാത്രി സ്നേഹിതൻ വാതിക്കൽ ലജ്ജ കൂടാതെ മുട്ടിയതുപോലെ ആ നല്ല സ്നേഹിതനായി സ്തോത്രം, ഹല്ലേലൂയ. പുരോഹിതൻ മാറിപ്പോയപ്പോൾ, സ്തോത്രം, യഹൂദൻ മാറിപ്പോയപ്പോൾ നല്ല ശമരിയക്കാരനായവൻ അടികൊണ്ട് അർത്ഥപ്രാണനായി കിടക്കുന്നവനെ സ്നേഹിച്ച് അവന് വേണ്ടതെല്ലാം കരുതിയ ആ നല്ല ശമരിയക്കാരനെ പോലെ നമുക്കും സ്തോത്രം നമ്മുടെ സ്നേഹിതരെ സ്നേഹിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാം, സഹശുശ്രൂഷകരെ സ്നേഹിക്കാം, വിശ്വാസ മക്കളെ സ്നേഹിക്കാം. അതിലുപരിയായി ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകാതെ, ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാതെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നാം ആയിരിക്കാൻ സ്വർഗം ഇന്ന് പകൽ നമ്മോട് ഇടപെടേണ്ടതിനാണ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഏതൊക്കെ ഭാഷകളിൽ ഞങ്ങൾ സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് കർത്താവെ വചനം പറയുന്നു. ഞങ്ങൾ പരസ്പരം കർത്താവെ സ്നേഹിച്ചും ദൈവത്തിൽ സ്തോത്രം വചനത്തെ കീഴ്പ്പെട്ടും സ്തോത്രം കർത്താവെ കൽപ്പനകളെ അനുസരിച്ച് ഞങ്ങൾ സ്നേഹത്തോടുകൂടെ ഈ നാളുകളിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണം.
നമ്മുടെ സ്നേഹിതരുടെ കട്ടതയിൽ കർത്താവെ മനസ്സലിയുകയും അത് സ്തോത്രം കർത്താവെ അത് പ്രവർത്തികളിൽ കൂടെ കർത്താവെ ഞങ്ങൾ സഹായങ്ങളിൽ കൂടെ അനവധി പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായി നിലനിൽക്കുവാൻ സ്വർഗം കൃപ ചെയ്യണം. ഇന്ന് പകൽ എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും, മഹത്വം അങ്ങെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.